ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും മാക്സിമം ഇപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏത്? ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതാണ്? പിറവി 1988. 1988 പുറത്തിറങ്ങിയ പിറവിയാണ് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ സിനിമ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചതെന്ന്? പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചതെന്ന് 2025 ഏപ്രിൽ 28. 2025 ഏപ്രിൽ 28 പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രാജ്യത്തിനു സമർപ്പിച്ചു. അപ്പോൾ 2025 ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്ത പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് പിറവി 1988. പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചത് 2025 ഏപ്രിൽ 28. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് PR ശ്രീജേഷ്. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്തു. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. P സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വിജയ് കിഷോർ രഹത്കർ. വിജയ് കിഷോർ രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരൻ. ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ലയാണ് ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരൻ. 2025 ജനുവരി 14 150 വർഷം തികയ്ക്കുന്ന കേന്ദ്ര വകുപ്പ്. 2025 ജനുവരി 14 150 വർഷം തികയ്ക്കുന്ന കേന്ദ്ര വകുപ്പാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ 150ാം വാർഷികമാണ് 2025 ജനുവരി 14 ആഘോഷിച്ചത്. അപ്പോൾ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി, നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ, ആക്സിയം മിഷൻ 4ന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 2025 ജനുവരി 14 150 വർഷം തികയ്ക്കുന്ന കേന്ദ്ര വകുപ്പാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനങ്ങൾ. തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനങ്ങളാണ് ശ്രീ അന്നം, ശ്രീമന്ന. ശ്രീ അന്നവും ശ്രീ മന്നയുമാണ് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനങ്ങൾ. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണു ഡിയോ സായ്. വിഷ്ണു ഡിയോ സായി ആണ് നിലവിലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ്, ഫ്രാൻസ്. ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗ് ആണ് 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. 2025 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. 2025 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റിയോ ഡി ജനീറോ, ബ്രസീൽ. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത്. അപ്പോൾ തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മരച്ചീനി ഇനങ്ങളാണ് ശ്രീ അന്നം, ശ്രീമന്ന.
ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ഡിയോസായ്. 2024 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് സ്ട്രാസ്ബുർഗ്, ഫ്രാൻസ്. 2025 പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ്? PK വീരമണിദാസൻ. PK വീരമണിദാസനാണ് 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസന പുരസ്കാരം നേടിയത് 2025 ഹരിവരാസന പുരസ്കാരം നേടിയത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് 2025 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാരം നേടിയത് PK വീരമണിദാസൻ. 2025 ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. 2019-2025 കാലഘട്ടങ്ങളിലായി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ എത്ര ബജറ്റുകളാണ് അവതരിപ്പിച്ചത്? 2019-2025 കാലഘട്ടങ്ങളിലായി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ എത്ര ബജറ്റുകളാണ് അവതരിപ്പിച്ചത്? 8 ബജറ്റുകളാണ് 2019-2025 കാലഘട്ടങ്ങളിലായി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 2025 ജനുവരി 25 രാത്രിയിൽ ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായ 6 ഗ്രഹങ്ങൾ ഏതെല്ലാം? 2025 ജനുവരി 25 രാത്രിയിൽ ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്തെ ദൃശ്യമായ 6 ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങളാണ് 2025 ജനുവരി 25 രാത്രിയിൽ ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്തെ ദൃശ്യമായത്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത്? ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പങ്കജ് മിശ്ര. പങ്കജ് മിശ്രയാണ് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ 2019-2025 കാലഘട്ടങ്ങളിലായി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ എത്ര ബജറ്റുകളാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 8. 2025 ജനുവരി 25 രാത്രിയിൽ ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായ 6 ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് പങ്കജ് മിശ്ര. പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം. പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിസാമാബാദ്, തെലുങ്കാന. തെലുങ്കാനയിലെ നിസാമാബാദിലാണ് പുതിയതായി ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനാണ് നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലുള്ള വേതന നിരക്ക്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലുള്ള വേതന നിരക്കാണ് 369 രൂപ. 369 രൂപയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലുള്ള വേതന നിരക്ക്. അപ്പോൾ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനമാണ് നിസാമാബാദ്, തെലുങ്കാന. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തിലെ കേരളത്തിലുള്ള വേതന നിരക്കാണ് 369 രൂപ. സൈബർ സുരക്ഷ ലക്ഷ്യമിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്.
സൈബർ സുരക്ഷ ലക്ഷ്യമിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സഞ്ചാർ സാഥി. സഞ്ചാർ സാഥി എന്നതാണ് സൈബർ സുരക്ഷ ലക്ഷ്യമിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത് എന്നതാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേര്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോയാണ് ഹരിവരാസനം. ഹരിവരാസനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോ. അപ്പോൾ സൈബർ സുരക്ഷ ലക്ഷ്യമിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് സഞ്ചാർ സാഥി. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന ഓൺലൈൻ റേഡിയോയാണ് ഹരിവരാസനം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, പുതിയതായി കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ചതിന് ശേഷം റിവിഷൻ ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്